ഹായ് വെൽക്കം ടു മാറ്റ്കം. നമ്മൾ പെർസെൻറ്റേജിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് കുറച്ച് ഇക്വേഷൻ സോൾവിംഗ് ഒക്കെ വരും. വി വിൽ സി നമുക്കിത് എങ്ങനെ പ്രൊസീഡ് ചെയ്യാമെന്ന്. എ നമ്പർ ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ് ഇൻ സച്ച് എ വേ ദാറ്റ് 80% of the first part is 3 more than 60% of the second part, and 80% of the second part is 60 more than the 90% of first part. Then the number is ഒരു നമ്പറിനെ രണ്ട് പാർട്ട്, ഫോർ എക്സാമ്പിൾ ഒരു നമ്പറിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ, നമ്മുടെ ഒരു നമ്പറിനെ രണ്ട് പാർട്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നാമത്തെ പാർട്ടിന്റെ 80% എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടിന്റെ 60%-നേക്കാൾ 3 കൂടുതലാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ പാർട്ടിന്റെ 80% എന്ന് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിന്റെ 90%-നേക്കാൾ 6 കൂടുതലാണ്. സോ നമുക്ക് നമ്പർ അറിയാത്തതുകൊണ്ട് വി കൻ അസ്യൂം ദാറ്റ് ലെറ്റ് എക്സ് ബി ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് വൈ ബി ദി സെക്കൻഡ് പാർട്ട്. ഒരു നമ്പറിന്റെ ഫസ്റ്റ് പാർട്ട് എക്സ് ആണെന്നും അല്ല ഈ നമ്പറെ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ രണ്ട് പാർട്ട്, ഒന്ന് എക്സ് ആണെന്നും രണ്ടാമത് വൈ ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ് നമ്പർ എന്ന് പറയുന്നത്. ആ നമ്പറിന് രണ്ടായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നമ്പർ 70 ആണെങ്കിൽ എന്താണ് 32 പ്ലസ് 38. സോ ഇൻ ദ സെയിം ദാറ്റ്സ് ഓൾ ആണ് എക്സ്. അപ്പോൾ നമുക്ക് എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കാമെന്നതാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എക്സ് ആൻഡ് വൈ. First statement, 80% of the first part. 80% of the first part means 80 by 100 of x equal to 3 more than the 60% of the first part. That means 3 plus 60 by 100 of y. That means if you take 8 by 10 of x will be equal to 3 plus 6 by 10 of y. Correct? സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ 10 കൊണ്ട് മതി, കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ 10 ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്റർ 10 ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്റർ നമ്പർ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പാടായതുകൊണ്ട് ഇക്വേഷനെ മുഴുവൻ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 8x ഈക്വൽ ടു 30, ബിക്കോസ് 3 into 10 30 പ്ലസ് 6y. ബാക്കി എല്ലായിടത്തും 10 ക്യാൻസൽ ആയി. സോ വി ഗോട്ട് ഇക്വേഷൻ നമ്പർ 1. ദ സെയിം വേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുണ്ട്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് 80% ഓഫ് ദ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് 80 by 100 of the, so 80% of second part, 80 by 100 of the y is equal to 6 plus 90 by 100 of the first part, 90 by 100 of the x. Simplify ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? 8 by 10 of y equal to 6 by 9 by 10 of x. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ you will get 8y equal to 60 plus 9x. Let it be equation number 2. നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. രണ്ട് ഇക്വേഷനെ കിട്ടിയാൽ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഏതിൻ്റെയെങ്കിലും കോയഫിഷ്യന്റ് സെയിം ആയിട്ടുണ്ടോ എന്ന് നോക്കാം. എക്സിന്റെ കോയഫിഷ്യന്റ് ഇവിടെ 8 ആണ്, ഇവിടെ എക്സിന്റെ കോയഫിഷ്യന്റ് 9 ആണ്, ഇവിടെ വൈയുടെ കോയഫിഷ്യന്റ് 8 ആണ്, വൈയുടെ കോയഫിഷ്യന്റ് 6 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരിടത്തിന്റെ കോയഫിഷ്യനെ അസ്യൂം ചെയ്യാം. എക്സിനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനെ എക്സിന്റെ കോയഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 1നെ എക്സിന്റെ കോയഫിഷ്യന്റ് ആയ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 into 8 72x ഈക്വൽ ടു 9 3 27 270 പ്ലസ് 9 54 54y എന്ന് കിട്ടും. ഓക്കെ, കറക്റ്റ്. ഇൻ ദ സെയിം വേ ഇക്വേഷൻ നമ്പർ 2നെ ഈ ഇക്വേഷൻ എക്സിന്റെ കോയഫിഷ്യന്റ് ആയി 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 64y ഈക്വൽ ടു 480 പ്ലസ് 72x. നമ്മൾ ഇവിടെ 72x ഉണ്ട്, ഇവിടെ 72x ഉണ്ട്. മ്യൂച്വൽ സോൾവ് ചെയ്യുന്നതിന് പകരം ഈ 72xനെ ഒരു സൈഡിലേക്ക് എടുത്താൽ 72x വിൽ ബി ഈക്വൽ ടു 64y മൈനസ് 480. ഇവിടെ നോക്കിക്കേ, ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 72x ആണ്, ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 72x ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. 270 പ്ലസ് 54y, 270 പ്ലസ് 54y ഈസ് ഈക്വൽ ടു 64y മൈനസ് 480. വൈയുടെ ടേംസിനെ ഒരു സൈഡിലേക്ക് എടുക്കുകയും നമ്പറിനെ ഒരു സൈഡിലേക്ക് എടുത്താൽ 270 പ്ലസ് 480 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 64y മൈനസ് 54y ഈക്വൽ ടു 10y. അതായത് നമുക്ക് കിട്ടും 10y ഈക്വൽ ടു 270 പ്ലസ് 480 എന്ന് പറയുമ്പോൾ 750. therefore y will be equal to 75. y 75 ആണെന്ന് കിട്ടി. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം, അതിനകത്ത് വൈയുടെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്യാൻ എളുപ്പം ഈ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷനകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 8 by 10 of x will be equal to 3 plus 6 by 10 of 75. കാരണം വൈയുടെ വാല്യൂ എത്രയാണ്? 75 ആണ്. 10ഉം 75 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 15 വരും, ഇവിടെ 2 വരും.
6ഉം 3യുടെ ക്യാൻസൽ, സോറി 6ഉം 2യുടെ ക്യാൻസൽ ചെയ്തിട്ട് 3 വരും. 15 into 3 45, 45 plus 3 48, 48 equal to 8 by 10 of x എന്ന് കിട്ടും. 8ഉം 40യുടെ ക്യാൻസൽ ആയി, you will get 6. Therefore x will be equal to 10 into 6, that will be equal to 60. അപ്പൊ എക്സ് എന്ത് കിട്ടി? എക്സ് 60 ആണെന്ന് കിട്ടി, y 75 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ത് വരും? 60 പ്ലസ് 75 135 എന്ന് കിട്ടി. തന്നിരുന്ന സ്റ്റേറ്റ്മെന്റിനെ രണ്ട് ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്തു. ഇക്വേഷനെ സോൾവ് ചെയ്തപ്പോൾ ഒന്നിന്റെ വാല്യൂ കിട്ടി, അതെടുത്ത് വേറെ ഏതെങ്കിലും ഇക്വേഷന് കൊടുക്കാം, മറ്റേ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തിരുന്നു. ക്ലാസ്സിനെ പറ്റി സ്പീഡിനെ പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതോടെ തരിക. പ്ലീസ് ലൈക്ക്, കമന്റ് as well as share the video which is posted by us, as well as subscribe to your channel as a token of gratitude. Thank you so much. Thanks for watching.